ഹലോ എവറിവൺ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ഭരണ സംവിധാനം, കേരള ഗവേണൻസ്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആണ്. താഴെ പറയുന്നവയിൽ ഏതാണ് ഭരണപരമായ വിധി നിർണയത്തിന്റെ ഉചിതമായ ഉദാഹരണം? കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആണ്. ഓക്കെ. പബ്ലിക് സർവീസുകളിലും തസ്തികകളിലും നിയമിക്കപ്പെടുന്ന വ്യക്തികളുടെ നിയമനവും സേവന വ്യവസ്ഥകളും സംബന്ധിച്ച തർക്കങ്ങളും പരാതികളും ന്യായനിർണയം ചെയ്യുന്നതിനും വിചാരണ ചെയ്യുന്നതിനും ഉള്ള സ്ഥാപനങ്ങളാണ് ഭരണ ട്രിബ്യൂണലുകൾ, അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുകൾ. ആർട്ടിക്കിൾ 323A സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 1, 3 ശരി. അത് ഏതൊക്കെയാണ്? അത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുകളുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആർട്ടിക്കിൾ 323A അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുകളുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ മാത്രം അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുകൾ രൂപീകരിക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. തെറ്റാണ്. ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ ഈ ആർട്ടിക്കിൾ ചർച്ച ചെയ്തില്ല. 323A ആർട്ടിക്കിൾ 323A ചർച്ച ചെയ്തില്ല. ഓക്കെ. ഇന്ത്യൻ ഭരണഘടനാ ഭാഗം 14A പാർട്ട് 14A ട്രിബ്യൂണൽസ്. 323A അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ, 323B മറ്റു ട്രിബ്യൂണലുകൾ. ആർട്ടിക്കിൾ 323A പാർട്ട് 14A ഭരണ ട്രിബ്യൂണലുകൾ. കേന്ദ്ര ഭരണ ട്രിബ്യൂണലുകളും സംസ്ഥാന ഭരണ ട്രിബ്യൂണലുകളും രൂപീകരിക്കാനുള്ള അധികാരം ആർട്ടിക്കിൾ 323A പ്രകാരം നൽകിയിരിക്കുന്നത് ഇന്ത്യൻ പാർലമെന്റിന്. ഈ ഭരണഘടനാ നിർമ്മാണ സമിതി ചർച്ച ചെയ്തിട്ടുള്ള ഒന്നല്ല. 1976 രണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് അനുച്ഛേദം 323Aയും 323Bയും ഉൾക്കൊള്ളുന്ന പാർട്ട് 14A ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടി ചേർക്കപ്പെട്ടത്. ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 14Aയിലുള്ള ആർട്ടിക്കിൾ 323A പ്രകാരം ഇന്ത്യൻ പാർലമെന്റ് നിർമ്മിച്ച നിയമം ഏതാണ്? ഇവയൊന്നുമല്ല. ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 14Aയിലുള്ള ആർട്ടിക്കിൾ 323A പ്രകാരം ഇന്ത്യൻ പാർലമെന്റ് നിർമ്മിച്ച നിയമം അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ റിലേറ്റഡ് ആണ്. ഓക്കെ. ദി അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആക്ട് 1985 ആണ് ആ നിയമം. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആക്ട് 1985 ആക്ട് നമ്പർ 13 ഓഫ് 1985 ആർട്ടിക്കിൾ 323A പ്രകാരം നിലവിൽ വന്ന നിയമം. ദി അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആക്ട് 1985 കേന്ദ്ര സംസ്ഥാന സിവിൽ സർവീസുകളിലെയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും നിയമവും സേവന വ്യവസ്ഥകളും സംബന്ധിച്ച പരാതികൾ പരിഹരിക്കുന്നതിന് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുകൾ രൂപീകരിക്കുക. കേന്ദ്ര സംസ്ഥാന സിവിൽ സർവീസുകളിലെയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും നിയമവും സേവന വ്യവസ്ഥകളും സംബന്ധിച്ച പരാതികൾ പരിഹരിക്കുന്നതിന് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുകൾ രൂപീകരിക്കുക. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ നിയമം പാസാക്കിയ വർഷം 1985. ദി അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആക്ട് 1985 സെക്ഷൻ 4(1) കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ സ്ഥാപനം. സെക്ഷൻ 4(2) സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ സ്ഥാപനം. സെക്ഷൻ 4(3) രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾക്കായി ജോയിന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ സ്ഥാപനം. സെക്ഷൻ 4(3) രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾക്കായി ജോയിന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ സ്ഥാപനം. സെക്ഷൻ 4 നൽകുന്ന അധികാരം ഉപയോഗിച്ച് കേന്ദ്ര ഗവൺമെന്റിന് വിജ്ഞാപനം വഴി കേന്ദ്ര സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുകൾ സ്ഥാപിക്കാം. ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളുടെ അഭ്യർത്ഥന അനുസരിച്ചാണ് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുകളും ജോയിന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുകളും രൂപീകരിക്കുന്നത്. സെക്ഷൻ 22 ട്രൈബ്യൂണലുകളുടെ നടപടിക്രമങ്ങളും അധികാരങ്ങളും. ട്രൈബ്യൂണൽ നടപടിക്രമങ്ങൾ 1908 കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ പാലിച്ചുള്ളതല്ല. അത് സ്വാഭാവിക നീതി തത്വങ്ങളിൽ പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസിൽ അധിഷ്ഠിതമാണ്. സ്വാഭാവിക നീതി തത്വങ്ങൾ പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്. നെമോ ജുഡെക്സ് ഇൻ കോസ സുവ. നോ വൺ ഷുഡ് ബി made a judge in his own cause. Nemo judex in cosa sua. No one should be made a judge in his own cause. And the rule against bias. സ്വന്തം കാര്യങ്ങളിൽ ആരും ന്യായാധിപനാകരുത്. പക്ഷപാതപരമായി വിധി പ്രസ്താവിക്കരുത്. 2. Audi alteram partem. No one should be condemned unheard. എതിർ കക്ഷിയെ കേൾക്കാതെ വിധി പ്രസ്താവിക്കരുത്. കാറ്റും
സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ചുരുക്കപ്പേരാണ് CAT. കേരള സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ചുരുക്കപ്പേരാണ് KAT. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ രൂപീകരണം. KAT. ലക്ഷ്യങ്ങൾ എന്താണ്? കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ സർവീസ് സംബന്ധമായ പ്രശ്നങ്ങൾക്കും തർക്കങ്ങൾക്കും വേഗത്തിൽ പരിഹാരം കാണുക. ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ ജോലിഭാരം ലഘൂകരിക്കുക. 25/8/2010 രൂപീകരിക്കപ്പെട്ടു. 25/8/2010 രൂപീകരിക്കപ്പെട്ടു. 1985 അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആക്ടിലെ സെക്ഷൻ 4 ഉപസെക്ഷൻ 2 പ്രകാരം നിയമസ്ഥാപനം, സ്റ്റാറ്റ്യൂട്ടറി ബോഡി, ക്വാസി ജുഡീഷ്യൽ ഭരണപരമായ നീതി, അഡ്മിനിസ്ട്രേറ്റീവ് അഡ്ജുഡിക്കേഷൻ നിർവഹിക്കുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ചെയർമാന്റെ കാലാവധി 5 വർഷം ഓർ 68 വയസ്സ്. 5 വർഷം ഓർ 68 വയസ്സ്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ചെയർമാന്റെ കാലാവധി 5 വർഷം ഓർ 68 വയസ്സ്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അംഗങ്ങളുടെ കാലാവധി 5 വർഷം ഓർ 65 വയസ്സ്. 26/8/2010 പ്രവർത്തനം ആരംഭിച്ചു. ആദ്യ ചെയർമാന് ജസ്റ്റിസ് CK ബാലകൃഷ്ണൻ നായർ. രണ്ടാമത്തെ ചെയർമാന് TR രാമചന്ദ്രൻ നായർ. നിലവിലെ ചെയർമാന് ജസ്റ്റിസ് CK അബ്ദുൾ റഹീം. നിലവിലെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചെയർമാന് CK അബ്ദുൾ റഹീമു. ഓക്കെ. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചെയർമാനാകാനുള്ള യോഗ്യത എന്താണ്? ഹൈക്കോടതി ജഡ്ജിയായി സേവനം അനുഷ്ഠിച്ച വ്യക്തിയോ ആയിരിക്കണം. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നവരാണ് ഇന്ത്യൻ പ്രസിഡന്റ്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യാനുള്ള അധികാരം ഇന്ത്യൻ പ്രസിഡന്റിനാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അംഗങ്ങളെ നിശ്ചയിക്കുന്ന സെലക്ഷൻ സമിതി. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അംഗങ്ങളെ നിശ്ചയിക്കുന്ന സെലക്ഷൻ സമിതി അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലാണ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ചെയർമാനും PSC ചെയർമാൻ, KAT ചെയർമാൻ, സർക്കാരിന്റെ പ്രതിനിധി എന്നിവർ അംഗങ്ങളായ സമിതി. ഓക്കെ. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചെയർമാന് ജസ്റ്റിസ് CK അബ്ദുൾ റഹീം. അഡ്മിനിസ്ട്രേറ്റീവ് മെമ്പേഴ്സ് ആരൊക്കെയാണ്? ഡോക്ടർ പ്രദീപ് കുമാറും PK കേശവനും. ജുഡീഷ്യൽ മെമ്പേഴ്സ് ആരൊക്കെയാണ്? ജസ്റ്റിസ് PV ആശയും MR ശ്രീലതയും. നിലവിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ബെഞ്ചുകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം 2, എറണാകുളം 1. കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ കേരളത്തിനും ലക്ഷദ്വീപിനും വേണ്ടിയുള്ള ബെഞ്ച് സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. ഓക്കെ. അടുത്തത് CISCAT. CISCAT. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന് മുമ്പിൽ നൽകിയ പരാതികളുടെ വിവരങ്ങളും നിലവിലെ സ്ഥിതിഗതികളും ഓൺലൈനായി അറിയാൻ ഉപകരിക്കുന്ന ഈ പോർട്ടലാണ് CISCAT. കേസ് ഇൻഫോർമേഷൻ സിസ്റ്റം കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. കേസ് ഇൻഫോർമേഷൻ സിസ്റ്റം കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. ഓക്കെ. 1985 സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ കാറ്റ് പ്രിൻസിപ്പൽ ബെഞ്ച് സ്ഥാപിതമായത് എവിടെയാണ്? ഡൽഹി. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? 1ഉം 2ഉം ശരിയാണ്. 1985 അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആക്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ് ഗവൺമെന്റുകളുടെ അപേക്ഷ പ്രകാരം സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുകൾ രൂപീകരിക്കുവാൻ കേന്ദ്ര ഗവൺമെന്റിനെ അധികാരപ്പെടുത്തുന്നു. 2. പാർലമെന്റ് സെക്രട്ടേറിയൽ സ്റ്റാഫ് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ പരിധിയിൽ വരുന്നില്ല. പാർലമെന്റ് സെക്രട്ടേറിയൽ സ്റ്റാഫ് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ പരിധിയിൽ വരുന്നില്ല. കാറ്റിന് സ്വന്തം പ്രൊസീജിയർ നിയമങ്ങൾ രൂപപ്പെടുത്താൻ അധികാരമില്ല. തെറ്റാണ്. കാറ്റിന് സ്വന്തം പ്രൊസീജിയർ നിയമങ്ങൾ രൂപപ്പെടുത്താൻ അധികാരം ഉണ്ടായിരിക്കും. ഓക്കെ. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിംഗ്. വിൽ സീ നെക്സ്റ്റ് വീഡിയോ.